എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് മർദ് കോ ദർദ് നഹി ഹോത്ത, അല്ലെങ്കിൽ സിംഹങ്ങൾ ഒരിക്കലും കരയാറില്ല എന്നൊക്കെ. സിനിമകളിലെ ഈ ഡയലോഗുകൾക്ക് ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇന്നലെ രാത്രി മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം നമ്മളെ പഠിപ്പിച്ചു. ചിന്തിച്ചു നോക്കൂ, ഒരു താരം 49 പന്തിൽ 84 റൺസ് എടുത്ത് തോൽവി മുന്നിൽ കണ്ട ഒരു ടീമിനെ ഒറ്റയ്ക്ക് വിജയതീരത്തെത്തിക്കുമ്പോൾ ആ മുഖത്ത് കാണേണ്ടത് അഹങ്കാരമോ ഗർവോ അല്ല, വിജയച്ചിരിയായിരുന്നു. ഇന്ത്യ USA മത്സരശേഷം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങാൻ ടീം ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ആ കണ്ണുകളിൽ കണ്ടത് തിളക്കമായിരുന്നില്ല, നിയന്ത്രിക്കാനാവാത്ത കണ്ണീരായിരുന്നു. അതെ, വാങ്കഡയുടെ നടുമുറ്റത്ത് വെച്ച് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സൂര്യകുമാർ യാദവ് എന്ന മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുപോയി. എന്തായിരുന്നു ആ കണ്ണീരിനു പിന്നിലെ വേദന? സ്കോർ ബോർഡിൽ നമ്മൾ കണ്ട ആ 84 റൺസിനു പിന്നിൽ ഉറക്കമില്ലാത്ത എത്ര രാത്രികളുടെ കഥയുണ്ട്. ലോകം മുഴുവൻ തന്നെ എഴുതി തള്ളിയപ്പോഴും ഞാൻ തീർന്നിട്ടില്ല എന്ന് സ്വയം ഓർമ്മിപ്പിക്കാൻ ഒരു മനുഷ്യൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിന്റെ ആരും പറയാത്ത കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ വാങ്കഡെ സ്റ്റേഡിയം തിന്നി നിറഞ്ഞിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള T20 ലോകകപ്പ് പോരാട്ടം കാണാനെത്തിയ ആരാധകരുടെ ആരവം ആകാശത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ കളിക്കളത്തിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. അമേരിക്കൻ ക്യാപ്റ്റൻ മൊണാങ് പട്ടേൽ ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ നെഞ്ചിൽ തറച്ച ആദ്യത്തെ ആണിയായിരുന്നു. പിച്ചിലെ നേരിയ നനവും കാറ്റും മുതലെടുത്ത് അമേരിക്കൻ ബൌളർമാർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. വെടിക്കെട്ട് പ്രതീക്ഷിച്ചെത്തിയ കാണികൾക്ക് മുന്നിൽ ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ വലിയ ഷോട്ടിന് ശ്രമിച്ച് വിക്കറ്റ് കളഞ്ഞു. പിന്നാലെ വന്ന ഇഷാൻ കിഷൻ ചില മനോഹരമായ കവർ ഡ്രൈവുകളിലൂടെയും സ്ക്വയർ കട്ടുകളിലൂടെയും പ്രതീക്ഷ നൽകിയെങ്കിലും 20 റൺസിൽ അദ്ദേഹവും വീണു. തിലക് വർമ്മ വന്ന് ഒരു ഓവറിൽ 2 ഫോറും 1 സിക്സും പറത്തി ഗാലറിയെ ഇളക്കി മറിച്ചെങ്കിലും 25 റൺസിൽ അദ്ദേഹവും കൂടാരം കയറി. തൊട്ടുപിന്നാലെ ശിവം ദുബെ അക്കൗണ്ട് തുറക്കും മുൻപേ മടങ്ങിയതോടെ ഇന്ത്യ 46 റൺസിന് 4 വിക്കറ്റ് എന്ന അതീവ ദയനീയമായ നിലയിലേക്ക് കൂപ്പുകുത്തി. സ്റ്റേഡിയം ഒന്നാകെ മരണതുല്യമായ നിശബ്ദതയിലായി. ഒരു വൻ ദുരന്തം ഇന്ത്യയെ ഉറ്റുനോക്കി നിൽക്കുന്ന സമയം. അവിടെയാണ്, ആ തകർച്ചയുടെ നടുവിലേക്കാണ് നായകൻ സൂര്യകുമാർ യാദവ് കടന്നുവരുന്നത്. പിന്നെ സംഭവിച്ചത് ചരിത്രം. തുടക്കത്തിൽ അദ്ദേഹം സമയമെടുത്തു, സിംഗിളുകളിലൂടെ ഇന്നിംഗ്സ് പടുത്തുയർത്തി. പതുക്കെ നമ്മൾ കാത്തിരുന്ന ആ പഴയ സൂര്യ പുറത്തുവരാൻ തുടങ്ങി. കവറിനു മുകളിലൂടെയുള്ള ഡ്രൈവുകൾ, ഫൈൻ ലെഗിലെ സ്വീപ്പുകൾ, ലോങ് ഓണിനു മുകളിലൂടെയുള്ള കൂറ്റൻ സിക്സറുകൾ, ഓരോ ഷോട്ടിലും ക്ലാസ് നിറഞ്ഞു നിന്നു. 10ാം ഓവറിന് ശേഷം സൂര്യയുടെ ബാറ്റ് തീ തുപ്പുകയായിരുന്നു. ഒരു ഓവറിൽ തുടർച്ചയായി 3 ഫോറുകൾ പറത്തി അദ്ദേഹം റൺ റേറ്റ് ഉയർത്തി. 15ാം ഓവറിൽ 2 സിക്സും 1 ഫോറും പറത്തി കളി ഇന്ത്യയുടെ വരുതിയിലാക്കി. 18ാം ഓവറിൽ അദ്ദേഹം കളിച്ച ആ സ്ട്രെയിറ്റ് ഡ്രൈവ് ഈ മാച്ചിലെ തന്നെ ഏറ്റവും മനോഹരമായ ഷോട്ടായിരുന്നു. വെറും 49 പന്തിൽ 10 ഫോറും 4 സിക്സും അടക്കം 84 റൺസ്. പുറത്താകാതെ നിന്ന് അദ്ദേഹം ടീമിനെ 20 ഓവറിൽ 161 എന്ന മാന്യമായ സ്കോറിൽ എത്തിച്ചു. വിക്കറ്റുകൾക്കിടയിൽ ഓടിയും റിവേഴ്സ് സ്വീപ്പുകളും സ്കൂപ്പ് ഷോട്ടുകളും കളിച്ച് അമേരിക്കൻ ബൌളർമാരുടെ ലൈനും ലെങ്തും അദ്ദേഹം തകർത്തെറിഞ്ഞു. ഇതിനിടയിൽ T20 ഇന്റർനാഷണലിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ 1000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും MS ധോണിക്കും ശേഷം സൂര്യ സ്വന്തമാക്കി. പക്ഷേ സുഹൃത്തുക്കളെ, യഥാർത്ഥ ക്ലൈമാക്സ് മത്സരം ജയിച്ച ശേഷമായിരുന്നു. ഇന്ത്യ ജയിച്ചു. ഗാലറി മുഴുവൻ സൂര്യ സൂര്യ എന്ന് ആർത്തു വിളിക്കുന്നു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങാൻ അദ്ദേഹം വേദിയിലെത്തി. എന്നാൽ അപ്രതീക്ഷിതമായി തനിക്ക് കിട്ടിയ ആ പുരസ്കാരം സഹതാരം മുഹമ്മദ് സിറാജിന് കൈമാറി അദ്ദേഹം കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്നു. പിന്നീട് മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ ആ മുഖത്ത് വിയർക്കിനൊപ്പം കണ്ണീരും പടർന്നിരുന്നു. എങ്ങനെ തോന്നുന്നു ഈ തിരിച്ചുവരവ് എന്ന് കമന്റേറ്റർ ചോദിച്ചപ്പോൾ സൂര്യ നിശബ്ദനായി, വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. ഗൗരവക്കാരനായ ബൌളർമാരെ വിറപ്പിക്കുന്ന സൂര്യകുമാർ യാദവ് നാഷണൽ ടിവിയിൽ ലോകത്തിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞു. കണ്ണീർ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിൽ തട്ടു. കഴിഞ്ഞ 2 വർഷമായി എന്റെ ബാറ്റ് നിശബ്ദമായിരുന്നു. എനിക്ക് തോന്നിയിരുന്നു എന്റെ കാലം കഴിഞ്ഞുവെന്ന്. ന്യൂസിലൻഡ് സീരീസിലാണ് ഞാൻ തിരിച്ചു വന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പരിശീലിക്കും, പക്ഷേ ഗ്രൗണ്ടിൽ ഒന്നും സംഭവിക്കില്ല. വീട്ടുകാർ ഫോൺ വിളിച്ച് ആശ്വസിപ്പിക്കും, പക്ഷേ ഉള്ളിൽ ഞാൻ തകർന്നിരിക്കുകയായിരുന്നു. അദ്ദേഹം തുടർന്നു. ഇന്ന് വിക്കറ്റുകൾ വീണപ്പോൾ എനിക്കെന്റെ കോച്ചിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. എളുപ്പമുള്ള സാഹചര്യത്തിൽ റൺസ് എടുക്കുന്നവനല്ല, കൊടുങ്കാറ്റിൽ ദീപം തെളിക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ. ഇന്ന് ഞാൻ ചെയ്യാൻ ശ്രമിച്ചതും അതാണ്. ഈ 84 റൺസ് എനിക്ക് വെറുമൊരു സ്കോറല്ല, എന്നെ എഴുതി തള്ളിയവർക്കുള്ള മറുപടിയാണ്. ഈ കണ്ണീർ സങ്കടത്തിൻ്റെതല്ല, തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവന്റെ വാശിയുടേതാണ്.
എന്നാൽ പ്രസംഗത്തിനിടയിൽ ഓരോ മലയാളിയെയും ആവേശത്തിലാക്കിയ ഒരു പരാമർശം കൂടി സൂര്യ നടത്തി. യുവതാരങ്ങളുടെ വിക്കറ്റ് പോക്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ ഇന്ന് മധ്യനിര തകർന്നപ്പോൾ ഞാൻ സഞ്ജുവിനെ വല്ലാതെ മിസ് ചെയ്തു. സഞ്ജു സാംസൺ ഇന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കളി കുറച്ചുകൂടി എളുപ്പമായേനെ. ഇത്തരം സമ്മർദ്ദഘട്ടങ്ങളിൽ സഞ്ജുവിന്റെ തന്ത്രങ്ങളും ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനുള്ള കഴിവും നമുക്ക് ഗുണം ചെയ്യുമായിരുന്നു. അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 160 ഒതുങ്ങില്ല, ഉറപ്പായും ഒരു 20-30 റൺസ് കൂടി അധികം നേടി 190 കടന്നേനെ. ചിലപ്പോഴൊക്കെ ആ എക്സ്ട്രാ ക്ലാസ് നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചു പോകും. സൂര്യയുടെ ഈ വാക്കുകൾ കേട്ട് ഹർഷ ഭോഗ്ലെ പോലും നിശബ്ദനായിപ്പോയി. സ്റ്റേഡിയം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. വികാരം മാത്രമല്ല, ഒരു തികഞ്ഞ പ്രൊഫഷണലിനെ പോലെ അദ്ദേഹം ടീമിന്റെ പ്രകടനത്തിൽ അതൃപ്തി രേഖപ്പെടുത്താനും മറന്നില്ല. രോഹിത് ശർമ്മയും ഗൗതം ഗംഭീരും നൽകുന്ന ഉപദേശങ്ങൾ, അതായത് ക്ഷമയോടെ കളിക്കുക എന്നത് ചില ബാറ്റ്സ്മാൻമാർ മറന്നുപോയി എന്ന സൂര്യ തുറന്നടിച്ചു. തുടക്കത്തിൽ വിക്കറ്റ് കളഞ്ഞത് നിരുത്തരവാദപരമായ ഷോട്ടുകൾ മൂലമാണെന്നും വെറും ബൗണ്ടറികൾ അടിച്ചതുകൊണ്ട് മാച്ച് ജയിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. താൻ ഉൾപ്പെടെയുള്ളവർ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾ ജയിക്കാനാവില്ലെന്ന് ഒരു കർക്കശക്കാരനായ ക്യാപ്റ്റനെ പോലെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സൂര്യകുമാർ യാദവിന്റെ ഈ ഇന്നിംഗ്സും ആ കണ്ണീരും സഞ്ജുവിനെ കുറിച്ചുള്ള ആ വാക്കുകളും നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. ഇരുട്ടെത്ര കൂടിയാലും സൂര്യൻ ഉദിക്കാതിരിക്കില്ല എന്ന്. ഇന്ന് സൂര്യ ജയിച്ചത് കളിക്കളത്തിൽ മാത്രമല്ല, 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ കൂടിയാണ്. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കുള്ളതാണ് ഈ ലോകമെന്ന് അദ്ദേഹം തെളിയിച്ചു. എന്തായാലും ഇതൊരവസാനമല്ല, ഒരു വലിയ ഇടിമുഴക്കത്തിന്റെ തുടക്കം മാത്രമാണ്. സൂര്യകുമാർ യാദവ് എന്ന നായകൻ തെളിയിച്ചു കഴിഞ്ഞു, ഈ ടീം വീഴാൻ വന്നവരല്ല, വെട്ടിപ്പിടിക്കാൻ വന്നവരാണെന്ന്. എതിരാളികളായ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും പാകിസ്ഥാനും ഒന്ന് കരുതിയിരുന്നുള്ളൂ, ഇത് പഴയ ഇന്ത്യയല്ല. അടിപതറിയാൽ എഴുന്നേറ്റ് വന്ന് 10 ഇരട്ടി ശക്തിയോടെ തിരിച്ചടിക്കുന്ന മുറിവേറ്റ സിംഹങ്ങളുടെ കൂട്ടമാണ്. അമേരിക്കയ്ക്കെതിരെ തുടങ്ങിയ ഈ കുതിപ്പ് അവസാനിക്കാൻ പോകുന്നത് ആ സ്വർണ്ണ കപ്പിൽ മുത്തമിട്ടുകൊണ്ട് മാത്രമായിരിക്കും. ലോകമേ, കണ്ണു തുറന്ന് കണ്ടോളൂ, കപ്പ് വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.